പിലാത്രയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളിലേക്ക് പിലാത്ര.com കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂടെയുള്ളത് മിഥുനും അഭിയൊക്കെയാണ്. ഇവർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവരാണ് ഇവിടെ കാണുന്ന 1200ഓളം വാഴകളെ സംരക്ഷിക്കുന്ന സംരക്ഷകരെന്ന് പറയുന്നത്. ഇൻസ്പയർ നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പം ഈ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സസും നൽകിക്കൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ നമ്മളെ സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇത് മിഥുൻ അല്ലേ? മിഥുൻ്റെ വീട് എവിടെയാ? കോറോത്ത്. അബിയുടെ വീട് കൊളപ്പുറമാണ് അല്ലേ? നമ്മൾ ഈ വാഴ നട്ട ദിവസം ഓർമ്മയുണ്ടോ? എത്ര ഇല്ല ചെടിയാണ് നമ്മൾ നട്ടത്? വാഴക്കന്നാ നട്ടത്? എത്രയുണ്ടായിരുന്നു? ഒരു 2-3 ഇലയൊക്കെ ഉള്ള അല്ലേ? ഇങ്ങനെ ഇലയൊക്കെ ഉള്ള വാഴയായിരുന്നു നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് മനസ്സിൽ ഇതുപോലെ കൊലച്ചു നിൽക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നോ? ഇതുപോലെ കൊല കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്നിട്ട് അവസാനം ഇപ്പൊ കൊല കിട്ടിയാ? കൊല കിട്ടി. ഇനി പഴുക്കാനുള്ള കാത്തിരിപ്പാണോ നിങ്ങൾ? പഴുക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു. ഇവരുടെ ഒരു വലിയ ഒരു ശ്രമങ്ങൾ എൻ്റെ അടുക്ക പഴയ വീഡിയോസൊക്കെ ഉണ്ട്. ഇവർ നടുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരാണ് ഇതിനെ നട്ട് ഈ 1200ഓളം വാഴകളെ സംരക്ഷിച്ചത്. അതിലൊരു 100 വാഴയൊക്കെ പന്നിയുടെ ഫലമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 200ലധികം വാഴകളെ പന്നി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വീണ്ടും വാഴകൾ വെച്ചു അല്ലേ? ഈ പന്നി കുത്തിക്കളഞ്ഞ സ്ഥലത്ത് വീണ്ടും വാഴ വെച്ചിട്ടുണ്ടായിരുന്നോ? ആടെ വെച്ചു അല്ലേ? ഇനി വീണ്ടും പന്നി വരുമെന്നുള്ള ആശങ്കകളൊക്കെ ഇവർക്ക് ഉണ്ട്. വരികയാണ്. പന്നി കുത്തിമറിച്ച കാഴ്ചകൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് എവിടെയാന്ന് ഈ 4 ഇപ്പോൾ അല്ലേ? ഇപ്പം തന്നെ പന്നി കുത്തിയിട്ട കാഴ്ചകളാണ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പന്നീനെ പിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? തോക്ക് വേണോ? എൻ്റെ അമ്മോ, ഫോറസ്റ്റ് ഓഫീസറും വേണം അല്ലേ? അപ്പോൾ ഇവർ വെടിവെക്കാരല്ല. ഇവർ പറയുന്ന ആവശ്യം ശരിക്കും ന്യായമായ ആവശ്യം തന്നെയാണ്. നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീധരാട്ടൻ കൂടി അറിയിക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അപ്പോൾ ഇവർ ഈ പന്നി കുത്തിയിട്ട കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടെന്ന് ഈ സമയത്തും മുകളിൽ നല്ല വാഴ അല്ലേ? ഇവിടെയാണ് കുത്തിയിട്ടത്. അപ്പോൾ ഈ പ്ലോട്ട് നേരത്തെ നിഷാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലോട്ട് കാണുന്നത് പന്നിയുടെ ആക്രമണത്തിന് ശേഷം വീണ്ടും വെച്ചിരിക്കുകയാണ്. പക്ഷേ വീണ്ടും പന്നി വരുന്ന ഒരു കാഴ്ച കൂടി ഇവിടെ നമ്മൾ കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതോടുകൂടി തന്നെ നമ്മൾ ആലോചിച്ചാൽ ഈ അഗ്രികൾച്ചർ തെറാപ്പി ചില പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് കാർഷികം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പണ്ട് കാലങ്ങളേ ഇല്ലതാണ്. എല്ലാവർക്കും ഒരു മനസ്സിന് സുഖം, ഇപ്പം വീട്ടമ്മമാരായാലും ആർക്കായാലും മനസ്സിന് സുഖം നൽകുന്നൊരു കാര്യങ്ങളാണ്, ഒരു പ്രവൃത്തിയാണ് കാർഷികം എന്ന് പറയുന്നത്. ചെടി നടലായാലും പൂക്കളെ ശുശ്രൂഷിക്കലായാലും മറ്റുള്ളത് അങ്ങനെയുള്ള ഇതിലാണ്. ഈ കുട്ടികൾക്ക് അതിനുള്ള അഭിരുചിയുള്ള ഈ കുട്ടികളെല്ലാം നമ്മൾ ഇതിലോട്ടേക്ക് ഇത് ചെയ്ത് അങ്ങനെ പഞ്ചായത്തുമായിട്ട് കാർഷിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഇത്രയും 1200ഓളം വാഴകൾ ഇവിടെ നട്ടു. അതൊക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്നു. എന്നാലും വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കല്യാശ്ശേരി MLA ആയിട്ടുള്ള നമ്മുടെ വിജിൻ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇൻസ്പയർ പുത്തൂരിൽ. ഇവിടെ ചെറുതാഴം പഞ്ചായത്തിൽ നമ്മൾ പുത്തൂരിൽ അമ്പലത്തിന് സമീപം ഒരു മഹത് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇൻസ്പയർ. ഇൻസ്പയർ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള വിവിധ ആളുകളെ, അതിൽ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ കഴിവുകളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവരെ അവരുടെ വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ തൊഴിലിന് കൂടി ഇവരെ പ്രാപ്തമാക്കുക എന്നതാണ് ഇതിൻ്റെ പൊതുവിലെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്പയറിന് അടുത്തുള്ള ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന ഒരു പ്രദേശം കാർഷിക പ്രധാനമായിട്ടുള്ള മേഖലയ്ക്ക് വേണ്ടി ഇവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ 2 ഏക്കർ സ്ഥലം മുമ്പ് ഇവിടെ എന്ന് പറയുന്നത് ഈ അക്കേഷ്യ മൂടിക്കിടന്നൊരു പ്രദേശമായിരുന്നു. അക്കേഷ്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്നമാണെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിൽ കുറേ പരിമിതികളുണ്ട്. എങ്കിലും ഇവിടുത്തെ ആളുകളെല്ലാം ചേർന്ന് ഈ അക്കേഷ്യ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി 1200ഓളം വരുന്ന വാഴകളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചത്. അത് ഇന്ന് നല്ല വിളയായിട്ട് ഇവിടെ പൊതുവിൽ വന്നു ചേർന്നിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും.
1200 വരുന്ന വാഴകൾ ഇതിങ്ങനെ ആക്കി തീർക്കുന്നതിൽ ഒരു വലിയ പരിശ്രമം. ചിലപ്പോൾ മറ്റുള്ളവർ പോലും പിൻവാങ്ങുന്ന ഒരു മേഖലയിലാണ് ഇവിടെയൊക്കെ ഭംഗിയാക്കി ഏതാണ്ട് 1200 വാഴ ഇവിടെ നട്ട് പിടിപ്പിച്ച് അത് വളർത്തിയെടുത്ത്, മാത്രമല്ല കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നെല്ലാം അതിനെ ഒഴിവാക്കുന്ന പ്രവർത്തനം നടത്തി. എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇവിടെ തന്നെ ഒരു സമർപ്പിതമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് 1200 വരുന്ന വാഴക്കൊലകൾ ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഈ വാഴയുടെ വിളവെടുപ്പാണ് ഇന്ന് ബഹുമാനപ്പെട്ട MLA ശ്രീ M. ബിജിൻ ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഈ ഉൽപ്പന്നം എന്ന് പറയുന്നത് തികച്ചും ജൈവപരമാണ്, മറ്റേതെങ്കിലും രീതിയിലല്ല. തികച്ചും ജൈവപരമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തന്നെ ഇവരുടെ ഉൽപ്പന്നം വാങ്ങി വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും ഇത് വാങ്ങി ഇവരോട് സഹകരിക്കാനും അതിനാവശ്യമായിട്ടുള്ള സഹായത്തിനും മുന്നോട്ട് വരണം. ഇൻസ്പയർ വരുന്ന ഈ മഹത് സ്ഥാപനം കേരളത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് ഇവിടെയുള്ളത്. ഈ മാതൃകാ സ്ഥാപനത്തെ എല്ലാവിധത്തിലും നമുക്ക് സഹായിച്ചെടുത്തുകൊണ്ട് വ്യത്യസ്ത കഴിവുകളുള്ള ഇവരുടെ എല്ലാ കഴിവുകളും നമ്മളെ സമൂഹത്തിനും നാടിനും ഉപയോഗപ്രദമാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ നാട്ടുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ചെറുതാഴം കൃഷിഭവനിൽ നമ്മുടെ ഇൻസ്പയറിന്റെ വാഴക്കൊലകൾ ലഭ്യമാകും. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് അല്ലേ, ആദ്യം ഒത്തിരി ഒടിഞ്ഞു വീഴുന്ന സമയത്താണ് നമ്മൾ കാണുന്നത്. ശരിക്കും ആ സമയത്ത് സംരക്ഷിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇന്ന് കൊലച്ചു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ? ഒടിഞ്ഞു വീഴുന്നത് ഇത് നല്ലോണം ഉള്ളു ബാധിച്ചത് കൊണ്ടാണ്. അതിന് മുമ്പേ പ്രതിരോധിക്കണം. കാരണം ഈ വാഴത്തടത്തിൽ ഇത് മുട്ടയിടുകയും ഉള്ളിലോട്ട് തുറന്നു കയറുകയും അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അതിന് ഉള്ളോട്ട് തുറന്ന് കയറിയിട്ട് അത് വലുതായി പുഴുവായതിനു ശേഷമാണ് ഇത് ഒടിഞ്ഞു വീഴുക. കാരണം കൊല വരാൻ പോകുന്ന സമയത്താണ് ഒടിഞ്ഞു വീഴുക. ഏകദേശം 5 മാസം മുമ്പ് തന്നെ, വാഴ നട്ട് 5 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവും, ഉള്ളിൽ കയറിയിട്ടുണ്ടാവും, നമ്മൾ പുറത്ത് കാണില്ല. പക്ഷെ നല്ല രീതിയിൽ വാഴ കൃഷി ചെയ്യുന്നവരെല്ലാം വാഴക്കാമ്പ് വരുന്ന സമയത്ത് തടതുരപ്പം പുഴുവിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ തണ്ടുതുരപ്പം പുഴുവിനെ പോലെയുള്ള കീടങ്ങൾ നമ്മൾ ഇതിനെ ആക്രമിക്കുകയില്ല. കൂടാതെ നമ്മൾ ഇതിൽ താഴെ വരുന്ന ആദ്യമായിട്ട് വരുന്ന കന്നുകളൊക്കെ നമ്മൾ കളയേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ വളം മുഴുവൻ അത് വലിച്ചെടുക്കും. അപ്പോൾ ഒന്ന് മാത്രം നമ്മളിവിടെ കന്ന് വെച്ചിട്ടുണ്ട്. കാരണം അതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. വാഴക്കൃഷിയിലെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് മുസ്തുക്കിയാണ്. നമ്മളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ചേന ഉണ്ടാക്കിയ ഒരാൾ. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു രീതിയാണ്, ഒരു വാഴ വെച്ചുകൊണ്ട് മറ്റുള്ള വാഴകളെല്ലാം കളഞ്ഞ് ഒരു വാഴ മാത്രം വെച്ചുകൊണ്ട് ഉള്ളൊരു കൃഷി രീതി. കാരണം ഇത് പെട്ടെന്ന് തന്നെ വലുതാവും. അതിനുള്ള വളങ്ങൾ നമ്മളെ അഡീഷണൽ കൊടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ 9 മാസം കാത്തിക്കേണ്ട വരില്ല അടുത്തത് വിളവെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകനെ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിപണനം, അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഈടാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് 9 മാസം ഇത് കഷ്ടപ്പെടേണ്ട, രണ്ടാമത്തെ വാഴ എടുക്കാൻ വേണ്ടിയിട്ട്, അതിന് കൊല എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഈൽഡ് കുറവാണെങ്കിൽ കൂടി അതിന് മോശമില്ലാത്ത കൊല കിട്ടും എന്ന് തന്നെയാണ് അനുഭവം. കുട്ടികൾ ഒത്തിരി ആശങ്കകളിലാണ്. അവരുടെ സംസാരത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പന്നിയുടെ കാഴ്ചകളും അതോടൊപ്പം തന്നെ പുഴുക്കളും ആ പ്രതിരോധ രീതികളും ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാഠ്യ വിഷയങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തേണ്ടതല്ലേ? കാരണം അവർ പഠിക്കുന്നത്, അവരെ ആരും അറിഞ്ഞ് പഠിപ്പിക്കുന്നതല്ല. അവർ ഈ ഒരു 9 മാസക്കാലത്തെ അവർ നടത്തിയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അവർ അതിജീവിച്ച് വന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ അവരറിയാതെ പഠിക്കുകയാണ്, അവരറിയാതെ സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഠന രീതിയിൽ ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ ശരിക്കും ഉൾപ്പെടുത്തേണ്ട സമയം തന്നെയാണ്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇൻസ്പയറിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് platra.com തുടരും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.